ഇപ്പോൾ ശരി ജോസഫ്, വ്യക്തമാണ്. എറണാകുളത്ത് നിന്നും അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, എങ്ങനെയാണ് എറണാകുളത്തെ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് എങ്ങനെയാണ്? എത്ര ശതമാനമാണ് വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം അറിയേണ്ട മറ്റൊരു വസ്തുത, ഇത്രയും തിരക്കുണ്ട് എന്ന് പറയുന്നുണ്ട് ഓരോ ബൂത്തുകളിലും. കൃത്യമായ രീതിയിൽ വോട്ട് ചെയ്തിറങ്ങാനുള്ള സൗകര്യം ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിദ്യ, എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 9:30 മണിക്ക് ശേഷമുള്ള ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 12.73% വോട്ടാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പുരുഷന്മാർ 13%, സ്ത്രീകൾ 11%, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ഇവർ 3%. ഇങ്ങനെയാണ് ഇത് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു 12-13% വോട്ട് രേഖപ്പെടുത്താനായിട്ട് ഈ മണിക്കൂറുകളിൽ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ എല്ലാ നഗരപ്രദേശങ്ങളിലെ പോളിംഗ് ബൂത്തുകളേക്കാൾ കൂടുതൽ ഗ്രാമപ്രദേശത്തിലെ പോളിംഗ് ബൂത്തുകളിലാണ് എറണാകുളം ജില്ലയിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ കൊച്ചി സിറ്റിയിലുള്ള പോളിംഗ് ബൂത്തുകളിലേക്കാൾ കൂടുതൽ തിരക്ക് കുറച്ചുകൂടി ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നീണ്ട ക്യൂ അവിടെയാണ് കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, എറണാകുളത്തുള്ള സിറ്റിയിലുള്ള ആളുകൾ പലരും ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്. അതിന്റെ ഒരു പ്രത്യേകത കൂടി അതിൽ ഉണ്ട്. എന്തായാലും വലിയ തോതിൽ ഈ എറണാകുളം സിറ്റി എന്ന് പറയുന്ന അതിനേക്കാൾ കൂടുതൽ മറ്റുള്ള ഇടങ്ങളിൽ കൂടുതൽ വലിയ തോതിലുള്ള പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നത് വളരെ നിർണായകമാണ്. എന്തായാലും ഇനി ചൂട് ആരംഭിക്കുകയാണ്. ഒരു 10 മണിക്ക് ശേഷം വലിയ ചൂടുണ്ടാവും. അപ്പോൾ ഒരു പക്ഷെ പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെ 7 മണി മുതൽ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അതാണ് ഒരു 12-13% മുകളിലേക്ക് ഇത് പോകുന്നത്. ഒരു 13% മുകളിലേക്ക് ഇത് പോകുന്നത്. എന്തായാലും നല്ല രീതിയിലുള്ള തിരക്ക് പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് പറയാനുള്ളത്. വിദ്യ, അശ്വതി, ഏതൊക്കെ പ്രമുഖരാണ് ഈ ഒരു സമയത്തിനുള്ളിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? എറണാകുളം ജില്ലയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ രാവിലെ തന്നെ പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി. KS രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ ഹൈബി ഈഡൻ, അതുപോലെ KJ ഷൈൻ, ഇവർ 3 പേരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതിനുശേഷം പല ബൂത്തുകളിലും ആളുകളെയൊക്കെ കാണുന്നതിനും ഒക്കെ തന്നെ ഇവർ എത്തും. അതിനുള്ള തിരക്കുകളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ NSK ഉമേഷ്, അദ്ദേഹം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആഷിഖ് അബു, ഈ സിനിമാ രംഗത്ത് പറയുകയാണെങ്കിൽ ആഷിഖ് അബു അടക്കമുള്ള ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സഭയുടെ മേലധ്യക്ഷന്മാർ, പ്രത്യേകിച്ച് വരാപ്പുഴ അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് ഫാദർ ഡോക്ടർ ജോസഫ് കളത്തിൽ പറമ്പ്, അദ്ദേഹം ഇവിടെ എറണാകുളത്ത് തന്നെ വോട്ട് രേഖപ്പെടുത്തി. അതുപോലെ തന്നെ സിറോ മലബാർ സഭ അധ്യക്ഷനായിട്ടുള്ള റാഫേൽ തട്ടിലും, അതുപോലെ തന്നെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, രണ്ടുപേരും തെങ്ങോടാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇത്തരത്തിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ വോട്ട്, അതുപോലെ തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, അദ്ദേഹം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തി. അവരൊക്കെ രാവിലെ ഒരു നേരമാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസം, പ്രതീക്ഷയൊക്കെ തന്നെയാണ് എല്ലാ മുന്നണികളും ഇതിൽ പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ KS രാധാകൃഷ്ണൻ രാവിലെ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല, ഒന്നിലധികം സീറ്റുകളിൽ വിജയിക്കുമെന്നൊരു ആത്മവിശ്വാസമാണ് അദ്ദേഹം രാവിലെ പങ്കുവച്ചത്. അതുപോലെ തന്നെ ഹൈബി ഈഡനും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിൽ പറമ്പ്, അദ്ദേഹത്തിനോടൊപ്പം ഹൈബി ഈഡനും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ ഹൈബി ഈഡനും അവിടെ എത്തിയിരുന്നു. അത്തരത്തിലുള്ള അദ്ദേഹം ഹൈബി ഈഡൻ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. KJ ഷൈനും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് ഇന്ന് രാവിലത്തെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രമുഖരെല്ലാവരും തന്നെ ഈ ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നു. ഇതിനുശേഷം ഇതിന്റെ ഒരു ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മറ്റാളുകൾ ഒരുപക്ഷെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യത ഉള്ളത്. വിദ്യ, അശ്വതി, ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ KC വേണുഗോപാലും AM ആരിഫും
ഒപ്പം ശോഭാ സുരേന്ദ്രനും ചേർന്ന് ശക്തമായ പ്രചാരണം നടത്തിയ മണ്ഡലമാണ്. ഒന്നിനൊന്ന് മെച്ചത്തിലാണ് മുന്നണികൾ പ്രചാരണം നടത്തിയത്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു വോട്ട് പ്രചാരണം എങ്ങനെ അവർക്ക് വോട്ടാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? വിധി ഒരു 9 മണിക്ക് ശേഷമുള്ള ഒരു കണക്ക് പരിശോധിച്ചാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ 13% വോട്ടുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളത്തിന്റെ കണക്കുമായി വെച്ച് നോക്കുമ്പോൾ കുറെ കൂടി കൂടുതലാണ്. ഒപ്പം തന്നെ മാവേലിക്കരയിൽ 12%, അത് 12.71%. അതൊരു 13% മുകളിലേക്ക് കടക്കും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത്. അതിൽ ചില പ്രതികരണങ്ങളും വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് എം ആരിഫ് പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ 101% വിജയം ഉറപ്പാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി വിജയിക്കും, അതായത് അദ്ദേഹം വിജയിക്കും. ഇവിടെ LDFും UDFും തമ്മിലാണ് ആലപ്പുഴയിലെ മത്സരം എന്ന് പറയുന്നത്. അവിടെ ഒരു ത്രികോണ മത്സരം ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ കൂട്ടുകെട്ടുകൾ നല്ലതാണോ എന്ന് ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നു. EP ജയരാജനുമായുള്ള ചർച്ചയെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതിൽ K സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അതിൽ ചില കമന്റുകൾ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. EP ജയരാജനുമായുള്ള BJPയുടെ ചർച്ച 90% വിജയമായിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇന്ന് പ്രതികരിച്ചത്. അത്തരത്തിലുള്ള വളരെ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ സ്ഥാനാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിൽ NDAക്ക് സീറ്റ് ഉറപ്പ് എന്നായിരുന്നു കോട്ടയത്ത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. KC വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത് രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഇതെന്നാണ് KC വേണുഗോപാൽ ACC ജനറൽ സെക്രട്ടറി അദ്ദേഹം വ്യക്തമാക്കിയത്. കേരളത്തിൽ CPM-ഉം BJPയും തമ്മിൽ ഡീലാണെന്നും അദ്ദേഹം പറയുന്നു. ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയായ KC വേണുഗോപാൽ തിരുവമ്പാടി സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള ഒരു ത്രികോണ മത്സരത്തിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നത്. എന്തായാലും EP ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ ചർച്ച തന്നെയാണ്. അതാണ് നമുക്ക് ആലപ്പുഴയിലും കാണാൻ സാധിക്കുന്നത്. വിദ്യ വ്യക്തമാണ്. വയനാട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, വയനാട് എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. എന്തായിരിക്കും വയനാട്, ആരായിരിക്കും വയനാട് ആരുടെ കൈകളിലേക്കാണ് എത്തുന്നത് എന്ന് എല്ലാവരും പ്രതീക്ഷയോടെ നോക്കി